പ്രിയമുള്ളവരെ, ഇന്ന് സൈതാലിക്കുട്ടിയുടെ 43ാമത് രക്തസാക്ഷി ദിനമാണ്. 1970 മെയ് മാസം 3-ാം തീയതി ചെള്ളി എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനായുള്ള കൃഷിക്കാരന്റെ 2 ഏക്കർ 79 സെന്റ് സ്ഥലത്ത് വലിയപാലത്തിലെ ജമ്മിമാർ 8 ജോഡി കന്നുകളും 10-200 ഗുണ്ടകളുമായി ആയുധധാരികളായി കയ്യേറി കന്നുകൂട്ടാൻ വരികയുണ്ടായി. ചെള്ളിയുടെ 3 പെൺമക്കളും മരുമക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ആ കന്നിനെ വെടിവെച്ചുകൊണ്ട് കണ്ടത്തിൽ നിൽപ്പുറപ്പിച്ചപ്പോൾ ജന്മിമാർ വരികയും ഓടിക്കൂടിയിട്ടുള്ള ഞാനടക്കമുള്ള കൃഷിക്കാരെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. 10-200ഓളം വരുന്ന ആളുകൾ കവുങ്ങിന്റെ അലവ് കൊണ്ട് നന്നായി കുറിപ്പിച്ച വടികളും നിരായുധരായ ഞങ്ങൾ ഓടിക്കൂടിയ നിരായുധരായ ഞങ്ങൾ അന്ന് പറയുമ്പോൾ അർദ്ധനഗ്നരായിട്ടുള്ള കൃഷിക്കാരാണ് ഞങ്ങൾ. ഒരാൾക്ക് പോലും ഷർട്ടില്ല. അന്ന് കർഷക സംഘം മെമ്പർഷിപ്പ് പിരിക്കുന്നതിന് വേണ്ടി വാപ്പുക്കായും അതുപോലെ മുതുതല ഉണ്ടായിരുന്ന, ഇന്ന് അദ്ദേഹം ഏത് പാർട്ടിയിലാണ് എനിക്കറിയില്ല, KS മുഹമ്മദും കർഷക സംഘം മെമ്പർഷിപ്പ് പിരിക്കുന്നതിന് വേണ്ടി വരും. അങ്ങനെയാണ് ജന്മി വരികയാണ്, വന്ന് പറയാണ് നിങ്ങൾ എന്തിനാണോ കൊണ്ടുവന്ന് അടിച്ചു കയറ്റണം. അങ്ങനെയാണ് അടി തുടങ്ങുന്നത്. അടി തുടങ്ങി ഞങ്ങളുടെ കയ്യിലൊന്നും ആയുധങ്ങളില്ല, മറ്റുള്ളവരടിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആയുധങ്ങളും കട്ടകളും കല്ലുകളൊക്കെ എത്തിച്ചേരുന്ന വൃദ്ധന്മാരും കുട്ടികളൊക്കെയുണ്ട്. പക്ഷെ അവർക്ക് ഒരടി കിട്ടുമ്പോൾ അവർ ഓടുകയാണ്. കാശിന് വേണ്ടി തല്ലാൻ വന്നവരാണ്. ഞങ്ങൾ 10-25 പേരുകൾ അവിടെ നിന്ന് അടിക്കുന്നത് ആ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. 1957 EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി പുറപ്പെടുവിച്ച ഒഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ്, ആ ഒഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്നത് ആ ഗവൺമെന്റാണ്. അന്ന് വളരെ ദരിദ്രമായിട്ടുള്ളൊരു പഞ്ചായത്താണ് നമ്മുടെ പ്രദേശം. വളരെ ചെറുകിട കൃഷിക്കാർ, അവരെ ആശ്രയിച്ചു കഴിയുന്ന കർഷക തൊഴിലാളി, അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ. ആ കൃഷിക്കാരുടെ ഭൂമി യഥാസമയം അന്ന് ഒഴിപ്പിക്കൽ വിധേയമായിരുന്നു. ആ ഓർഡിനൻസ് കാരണം പിന്നെ ഒഴിപ്പിക്കൽ ഉണ്ടായില്ല. പിന്നെ വീണ്ടും അധികാരത്തിൽ 67 അധികാരത്തിൽ വന്ന EMSന്റെ സപ്തകക്ഷി മുന്നണി ഗവൺമെന്റ് ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ല് ഒക്ടോബർ മാസം 22-ാം തീയതി അവതരിപ്പിക്കുകയാണ്. ആ ബില്ലിനെ തകർക്കുന്നതിന് വേണ്ടി നവംബർ മാസം 1-ാം തീയതി സഖാവ് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ആ മുന്നണിയെ പൊളിച്ചുകൊണ്ട് ഒരു കുറുമുന്നണി അധികാരത്തിൽ വരികയാണ്. ആ അധികാരത്തിൽ വന്ന ഗവൺമെന്റിൽ മുഹമ്മദ് കോയ ആഭ്യന്തരമന്ത്രിയാണ്. ആ ആഭ്യന്തരമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരവധി കള്ളക്കേസുകൾ ജന്മിമാരോട് എടുത്തിട്ടുണ്ട്. 70 കണ്ടത്തിൽ നടന്ന സംഘടനത്തെ 10-11ഓളം ആളുകളെ മാത്രം കൊലക്കേസിൽ പ്രതിയാക്കിക്കൊണ്ട് അന്ന് സംഭവസ്ഥലത്തിലായിരുന്ന സഖാവ് അച്ചുവേട്ടന്റെ നേതൃത്വത്തിൽ 24ഓളം ആളുകൾ ജന്മിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തു എന്നും കവുങ്ങും കഴിവിട്ട് കുത്തിക്കൊണ്ടിരുന്ന സൈതാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ജാഥയായി വന്ന ആളുകളെ തടയാൻ ശ്രമിച്ചു എന്നും ആ തടയാൻ ശ്രമിച്ചപ്പോഴാണ് അടികൊണ്ട് സൈതാലിക്കുട്ടി മരിച്ചതെന്നും കള്ളക്കേസ് ഞങ്ങളുടെ പേരിൽ എടുക്കുകയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ചെയ്തത്. അന്ന് ലീഗ് ജമ്മിമാരെല്ലാം ലീഗിന്റെ പ്രമാണിമാരായിരുന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ടായിട്ടുണ്ട്. 1967 ആവുമ്പോഴേക്ക് 4-5 തെരഞ്ഞെടുപ്പുകൾ വന്നു. 57, 60, 62, 65, 67 തുടങ്ങി 5 തെരഞ്ഞെടുപ്പുകൾ ഇവിടെ വന്നപ്പോഴും വെളിയൂർ പഞ്ചായത്തിൽ ഒരു പാർട്ടിയുടെ യാതൊരു സംഘടന പോലും ഉണ്ടായിരുന്നില്ല. 68-ലാവട്ടെ വെറും 5 ആളുകളുള്ള ഒരു പാർട്ടി ബ്രാഞ്ച് രൂപീകരിക്കാൻ സഖാവ് അച്ചുവേട്ടനാണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അന്ന് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള നായകത്വം കൊടുത്തിരുന്ന നേതാവായി പ്രവർത്തിച്ചിരുന്ന അച്ചേട്ടനാണ്. അങ്ങനെയാണ് ഒരു 5 ആളുള്ള ബ്രാഞ്ച് മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ 68-ലുണ്ടായത്. അന്ന് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ കൃഷിക്കാരെ സംരക്ഷിക്കണം, കർഷക തൊഴിലാളികളെ സംരക്ഷിക്കണം. കർഷക തൊഴിലാളികളുടെ സ്ഥിതി എന്താണ്? സ്കൂളിൽ പോകാനുള്ള സൗകര്യമില്ല. പട്ടികജാതിക്കാരനായ കർഷക തൊഴിലാളിയുടെ 5 വയസ്സാവുന്ന കുട്ടി കന്നിനെ നോക്കാൻ പോകണം. 10-12 വയസ്സായ കന്നുകൂട്ടാൻ പോകണം. 10, 60, 65 വയസ്സായ വീണ്ടും ആ ദരിദ്ര
കർഷക തൊഴിലാളി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വീണ്ടും കന്നിന്റെ പിന്നാലെ പോകേണ്ട ഗതികേടാണ് കർഷക തൊഴിലാളികൾക്കുണ്ടായിരുന്നത്. 57 ഗവൺമെന്റ് കർഷക തൊഴിലാളി പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്കും അതുപോലെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്കും ഗ്രാന്റ് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അതുപോലെ തന്നെ 67 ഗവൺമെന്റ് 10ാം തരം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി. കാർഷിക പരിഷ്കാരത്തിന്റെ നിയമത്തിന്റെ ഫലമായി ഇന്ന് പട്ടയം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് അറിയില്ല. ആ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജന്മിയിൽ നിന്ന് അല്ലെങ്കിൽ ദേവസ്വത്തിൽ നിന്ന് കിട്ടുന്ന ഭൂമിക്ക് പട്ടയം ലഭിക്കാനുള്ള നിയമമുണ്ടായതിന്റെ ഫലമായി ലക്ഷക്കണക്കായിട്ടുള്ള കൃഷിക്കാർക്ക് 25 ലക്ഷത്തിലധികം വരുന്ന കൃഷിക്കാർക്ക് പട്ടയം ലഭിക്കുകയും ആ ഭൂമി വിൽക്കാനും പണയം വയ്ക്കാനും സാധിച്ചപ്പോഴാണ് ഗൾഫ് രാജ്യങ്ങളിൽ പോകാനും കോടിക്കണക്കായ ഉറുപ്പിക നമ്മുടെ സംസ്ഥാനത്തേക്ക് മാസം തോറും കിട്ടാനും ഇടയായത്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം വന്നു. 1970 ശേഷം 10-42 കൊല്ലത്തിന്റെ ഇടയ്ക്ക് മാറ്റം വന്നത് വലിയ വമ്പിച്ച മാറ്റമാണ്. ആ മാറ്റം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ല. ലോകരാജ്യങ്ങളുമായി കടപിടിക്കാത്ത രീതിയിൽ കേരള സംസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വളരാൻ കാരണമായത് കാർഷിക പരിഷ്കാര നിയമത്തിന്റെ ഫലമായിട്ടാണ്. ആ മാറ്റം ഉണ്ടാക്കുന്നതിനായിട്ട് പടപൊരുതാനുള്ള ശ്രമമാണ് ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടായി. എന്തിനേറെ പറയുന്നു, 1971 കളരിക്കൽ അമ്പലത്തിലേക്ക് അന്നത്തെ പാർട്ടി സഖാക്കൾ, ചെറുപ്പക്കാരായിട്ടുള്ള സഖാക്കൾ, ഞാനടക്കമുള്ള ആളുകൾ 10-200ഓളം വരുന്ന ആളുകൾ ജാഥയായി പോയിട്ട് അമ്പലത്തിൽ കിടക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അമ്പലത്തിൽ കിടന്ന കണ്ണുപൊട്ടും കുരുപ്പുണ്ടാകും വസൂരി ഉണ്ടാകും എന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. അതല്ല എന്ന് കാണിച്ചു കൊടുത്ത് 71 അമ്പലത്തിൽ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി 71 ഞങ്ങൾ ഇവിടുന്ന് ആദ്യമായി ജാഥയായിട്ട് പോയത്. അതിനുശേഷമാണ് ആൾക്കാർ അമ്പലത്തിൽ പ്രവേശിച്ചിരുന്നത്. നായന്മാർ തൊട്ടുള്ള ആളുകളിൽ നിന്ന് താഴെക്കടിയിലുള്ള ആളുകൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് നിലനിന്നിരുന്നത്. പട്ടി അമ്പലത്തിൽ കൂടെ കടന്നാലും മനുഷ്യനെ കടക്കാൻ പാടുണ്ടായിരുന്നില്ല. പട്ടികജാതിക്കാരായ ആളുകൾക്ക് പണിയെടുക്കാൻ പോകുമ്പോൾ ജന്മിമാരുടെ ഗ്രഹങ്ങളിൽ നിലത്ത് കുഴിയുണ്ടാക്കി അതിൽ ഇല വെച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതിയാണ് ഉണ്ടായിരുന്നത്. നമ്പൂതിരിക്ക് നീലകണ്ഠൻ എന്ന് പേരിടുമ്പോ പട്ടികജാതിക്കാരന് നീലാണ്ടെന്നാ പേരിടുക. അവിടെ പുരമയാൻ അധികാരം ഉണ്ടായിരുന്നില്ല. മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെറും പുലർച്ചെ കാലങ്ങളിൽ തേക്കിന് പോകുമ്പോ അമ്മമാർ കയറ്റുവട്ട പിടിക്കാൻ പോകും. അപ്പൊ തണുപ്പ് കാലങ്ങൾ പുതച്ചു പോയതിന് പിഴയിടിച്ച ചരിത്രം എനിക്കറിയാം, കേട്ട കേൾവിയുണ്ട്. 1946 കൊടുങ്ങല്ലൊരു മാറുമറയ്ക്കുന്നതിനുള്ള സമരം ചെയ്തു. ഇങ്ങനെയുള്ള സാധാരണക്കാരായുള്ള കൃഷിക്കാരെ കൈവടിച്ചുയർത്തുന്നതിനുള്ള പോരാട്ടമാണ് ആ കാലങ്ങളിൽ നടത്തിയത്.